എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു ഹായ് കേട്ടോ. ഇന്നുള്ളത് ഒരു എക്സോട്ടിക് ലൊക്കേഷനിലാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസാണ് നമ്മുടെ ഡബ്ലിൻ പോർട്ട്. നമ്മൾ ക്ലോണ്ടാഫ് റോഡിൻ്റെ അടുത്താണല്ലേ, നമുക്കറിയാം ഡബ്ലിൻ പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പം അവിടെയാണ് ഞാനുള്ളത് ഇവിടെ ഒരു ഡബ്ലിൻ പോർട്ടിൻ്റെ അടുത്ത് ഗ്രീൻ വേ എന്ന് പറഞ്ഞൊരു നടപ്പാതയുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നൊരു ഏരിയ ഉണ്ട്. പ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരിടമാണ് ഇത്. ആക്ച്വലി ഒരുപാട് നാൾ മുമ്പുള്ളതെന്നല്ല, ഇതൊരു ഓൾമോസ്റ്റ് ഒരു ന്യൂ തിങ് ആണ് ആക്ച്വലി. അപ്പോൾ അവിടെയാണ് ഞാനുള്ളത്. ഏകദേശം നമ്മുടെ 7 കിലോമീറ്ററോളം നമുക്കിവിടെ നടന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഇടത് സൈഡിൽ ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇവിടുത്തെ ഓഫീസുകളുടെ സമുച്ചയമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായലിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ തൊട്ടടുത്തോടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ദൂരം നമുക്ക് നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഇടമാണ് കേട്ടോ. സമയം കിട്ടുന്നവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ സ്മൂതിക്കകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സുകളും തന്നെ ഇട്ടിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ മിക്സ് തന്നെ നമുക്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ ഫ്രോസണായിട്ടുള്ളത്. അതുപോലെ നിറയെ നമ്മുടെ ഗ്രീൻസ്, ചീര, നമ്മുടെ സ്പിനച്ചിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ പഴം ഇട്ടിട്ടുണ്ട്, പാലിട്ടിട്ടുണ്ട്, പിന്നെ പീനട്ട് ബട്ടർ, അതുപോലെ അവക്കാഡോ എല്ലാം കൂടെ കൂടിയിട്ട് അടിപൊളി നല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ആണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ ഇത് സാധനം ഉണ്ടാക്കി കുടിക്കാറുണ്ട്. വളരെ നല്ല ഒരു ഇതാണ്. ഞാൻ 2 നേരത്തേക്കുള്ള ഉണ്ടാക്കാറ്. സാധാരണ വൈകിട്ടും ജോലിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകും. രാവിലെ ഇവിടെ കഴിച്ചിട്ട് സമയം എടുത്ത് വെച്ചിട്ട് വൈകിട്ട് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് ഞാൻ കഴിക്കുന്നത്. അവിടെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും. നമുക്കിതൊന്ന് അടിച്ച്
ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഡബ്ലിൻ ഫോർട്ടിൻ്റെ ഗ്രീൻ വാക്കിലാണ് ഉള്ളത് ആക്ച്വലി. സോ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കുറച്ച് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മുടെ ഏകദേശം നമ്മുടെ കൊണ്ടാഫ് സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഗ്രീൻ ഡബ്ലിൻ ഫോർട്ട് ഗ്രീൻ വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറകിൽ കാണുമ്പോൾ നമ്മുടെ ചിമ്മിനിയാണ് ആ കാണുന്നത് ഇവിടെ. ഡബ്ലിൻ അല്ലെങ്കിൽ അയർലൻഡിൻ്റെ വലിയൊരു ലാൻഡ്മാർക്കായ ചിമ്മിനിയാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാം സ്റ്റെന ലൈൻ, നമ്മുടെ ഫെറീസ് പോകുന്ന ഒരു പ്ലേസാണ്. തൊട്ടടുത്താണ് ആക്ച്വലി. അങ്ങോട്ട് നമുക്ക് എൻട്രൻസ് ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല. പക്ഷേ ഫെറി കിടക്കുന്നതിന് തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ പുറകിൽ കാണുന്ന പ്ലേസാണ് പണ്ട് നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് ഡോളിമോണ്ട് ബീച്ചിൻ്റെ ഒക്കെ ആ ഒരു ഭാഗമാണ് ആക്ച്വലി. സോ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇത്. കുറേ നല്ല വാക്ക് ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോണ്ടാഫ് നമ്മൾ ആദ്യം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നടക്കാൻ പോയ ഒരിടം തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, അട്രാക്റ്റീവാണ്. സമയം കിട്ടുന്നവരൊക്കെ ഈ ഒരു 7 കിലോമീറ്റേഴ്സ്, ഏകദേശം ഒരു 7 കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കാനുണ്ട്. ക്ലോണ്ടാഫ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നമ്മുടെ ഈ സ്ട്രെച്ചിലേക്ക് നടക്കാൻ ഏകദേശം 7 കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കാനുണ്ട്. പക്ഷേ ഭയങ്കര വർത്ത്ഫുള്ളാണ് ആക്ച്വലി. നമുക്ക് എന്താ പറയുക, ഷിപ്പും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ എന്താ പറയുക, വെള്ളത്തോടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ പെർഫെക്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സൈക്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈക്ലിങ്ങിന് പറ്റിയ ഏറ്റവും പറ്റിയൊരു ഇടമാണ് കേട്ടോ. സൈക്ലിങ്ങിൻ്റെ ഏറ്റവും പറ്റിയൊരു ഇടമാണിത്. അപ്പം നമ്മളുള്ളവരൊക്കെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരിടം തന്നെയാണ് കേട്ടോ അത്. മോസ്റ്റ്ലി ഈ ഒരു ഇടത്തിലേക്ക് വരുന്നത് ടൂറിസ്റ്റുകളാണ് ആക്ച്വലി. സോ നമുക്ക് സാധാരണ ലോക്കൽസ് ഇങ്ങനെ വാക്ക് ചെയ്യാൻ വരുന്ന ഒരിടമല്ല അത്. കാരണം അത്രയും ദൂരമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ആളുകളോട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ ഭാഗത്തേക്ക്, ഇപ്പം ഫെറിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ഇപ്പോൾ വിസിറ്റേഴ്സായിട്ട് വരുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫെറിയുടെ അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നു. പക്ഷേ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് കാണാൻ പറ്റിയ ഇടങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ. ഈ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പലിലൊക്കെ സാധനങ്ങൾ അധികമായിട്ട് കൊണ്ടുവരില്ലേ, കപ്പലിലൊക്കെ സാധനങ്ങൾ അധികമായിട്ട് കൊണ്ടുവരുമ്പോൾ കപ്പലിൽ നിന്ന് എടുത്ത് ബൾക്കായിട്ടുള്ള സാധനങ്ങൾ കയറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാതൃക നല്ല ഒറിജിനൽ സാധനമാണ്, അതിവിടെ വെച്ചേക്കുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗം നല്ലൊരു ഇതാണ് കേട്ടോ ഇവിടെ, അടിപൊളിയാണ്. ഇപ്പോൾ ഫെറി വഴി പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട സാധനങ്ങളൊക്കെ വരുന്ന ഒരിടമാണിത്. ആക്ച്വലി നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്ത സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നിറയെ ഒരുപാട് ട്രക്കുകൾ കാണാൻ പറ്റും. കാരണം ഇവിടുന്ന് സാധനങ്ങൾ കയറി പോകുന്ന മീൻസ് വെള്ളം വഴി അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്ടർ വഴി കയറി പോകുന്ന സ്ഥലമാണ് ആക്ച്വലി. നിറയെ ഷിപ്സ് വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ എല്ലാ രീതിയിലുള്ള ആ സ്റ്റോറേജ് ഫെസിലിറ്റിയും അതുപോലെ നിറയെ സിലോസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ലൈഫ് സ്റ്റോക്ക്, ഇപ്പോൾ പശുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് പോരുന്ന വഴിക്ക് കയറി പോകുന്നത്. അപ്പോൾ ഷിപ്പ് വഴി പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇവിടുത്തെ ഈ ഡബ്ലിൻ പോർട്ടിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റിയൊരു മാതൃകയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയ ഒരിടമാണ്. ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ കാണും പോലെ ഇവിടെ പ്രൊട്ടക്റ്റിംഗ് ദ കുറേ ബേഡ്സുകൾ, എൻഡേഞ്ചർഡ് സ്പീഷീസ് ആയിട്ടുള്ള കുറേ ബേഡ്സുകളുണ്ട് കേട്ടോ. നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ബേഡുകളൊക്കെ പാർപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കുറേ അധികം കൂടെ അവരുടെ ആ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഏരിയയും അതുപോലെ ബ്രീഡിങ്ങിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ്, ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് കാണാം. പല രീതിയിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ വഴിക്ക് പോകുമ്പോൾ. ഞാൻ ജസ്റ്റ് കാണിക്കാം. കണ്ടില്ലേ, ഈ തുലിപ്സിൻ്റെയൊക്കെ വേറൊരു മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല റെഡ് കളറായിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഇടമാണ് കേട്ടോ. ഈ സ്ട്രെച്ച് തുടങ്ങുന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇഷ്ടംപോലെ നമുക്ക് ഓഫീസസ് കാണാം. എനിക്ക് തോന്നുന്നു പോർട്ടുമായിട്ട് സംബന്ധിച്ചുള്ള ഓഫീസുകളാണോ അതോ IT ഓഫീസുകളാണെന്ന് എനിക്കറിയത്തില്ല. കുറേ ഓഫീസസ് ഉണ്ട്. ഞാൻ ആദ്യം കാണിക്കുന്നുണ്ട് കുറേ ബിൽഡിങ്സൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗം പറഞ്ഞാൽ ഒരുപാട് വർക്കേഴ്സ് ജോലിയുള്ള ആൾക്കാരൊക്കെ സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം കൂടുതൽ നമുക്കിങ്ങനെ ഒരു IT മേഖല പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഭാഗത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഡൈവേർഷൻ എടുത്തിട്ടാണ് ഈ സ്ട്രെച്ചിലേക്ക് നമ്മൾ കയറി വരുന്നത്. അപ്പം നമ്മൾ ക്ലോണ്ടാഫ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷൻ, ക്ലോണ്ടാഫ് റോഡ് എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗത്തൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് പിടിച്ചിട്ട് വീണ്ടും നമ്മൾ റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്ത് കഴിഞ്ഞ് ആ സ്ട്രെച്ചിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഒരു വാക്കിനോ അല്ലെന്നുണ്ടെങ്കിൽ സൈക്ലിങ്ങിലൊക്കെ വരാൻ പറ്റിയ ഒരിടം തന്നെയാണത്. സൈക്കിൾ നമുക്ക് റെൻ്റ് ഔട്ട് കിട്ടും തോന്നുന്നു, പക്ഷേ ഇവിടെ ഞാൻ കണ്ടില്ല ആക്ച്വലി. അപ്പം സൈക്കിൾ റെൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമുക്കിവിടെ വന്നിട്ട് ഈ ഒരു ഭാഗം മൊത്തം കാണാം. എന്നാൽ അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഇഷ്ടംപോലെ നടന്നു പോകുന്നവരും ഒക്കെ ഉണ്ട്. പല രീതിയിലും ആളുകൾ ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യുന്നതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട്. വരുന്നവരൊക്കെ ഈ ഒരു ഭാഗം കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, ഒരു പാടുമില്ല. നമുക്ക് ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ക്ലൊണ്ടാഫ് റോഡ് സ്റ്റേഷനിൽ ഇറങ്ങുക. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നടന്നു പോരാനുള്ളൊരു ദൂരമുള്ളൂ കേട്ടോ. ഈ ഒരു സ്ട്രെച്ച് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഇടമാണ്. നമുക്കറിയാം ഇപ്പം വിൻ്ററൊക്കെ തീരാൻ പോവാണ്, സമ്മർ തീരാൻ പോവാണല്ലേ, തീർന്നു ഓൾറെഡി. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്ക് ഈ ഇലകളൊക്കെ അങ്ങ് നല്ല മഞ്ഞായിട്ട് നിന്ന് ഈ ഒരു അന്തരീക്ഷം അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. സോ നല്ല രസമാണ്, വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ബിംഗ് മല്ലു വേൾഡ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് എല്ലാം നമുക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഫ്യൂച്ചറായിട്ട് എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഓൾ എനേബിൾ ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തിയിട്ട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് നമ്മൾ ഡബ്ബിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. ഒരു ബഡിങ് ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് അതൊന്നുകൊണ്ട് മാത്രം ചെയ്യുന്ന വീടാണ്, വീഡിയോസാണ്. കേട്ടോ
അപ്പം ഈ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബേഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനുണ്ട്. എൻജോയ് ചെയ്യുക, വരിക, അടിച്ചു പൊളിക്കുക കേട്ടോ. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗം. കണ്ടില്ലേ എന്നാ രസമാണ് നോക്കിയ ഫേസൊക്കെ നിൽക്കുകയാണ്. ഇത് കുറച്ചും കൂടെ മുന്നോട്ട് വയ്ക്കുമ്പോൾ മൊത്തം നല്ല മഞ്ഞ നിറമാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു സ്ട്രെച്ച് കാണാൻ വേണ്ടിയിട്ട്. എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ പൊളിയായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ വലിയ ഒരു സ്ട്രെച്ചിലൂടെയുള്ള നടത്താൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടം വിടുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഉടനെ തന്നെ കാണാം കേട്ടോ. ബീച്ചാണ് കേട്ടോ. സോ ഡോളിമൗണ്ട് ബീച്ചിൽ നമ്മൾ ഇതിന് മുന്നേ വന്നു പോയിട്ടുള്ള സ്ഥലമാണ്.
പക്ഷേ നമ്മുടെ മദർ മേരിയുടെ സ്റ്റാച്യു ഒക്കെ ഉള്ള ഒരിടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആക്ച്വലി. സോ ഇവിടെ ഞാനിപ്പോൾ ഇത്രയും ഒരു സൈഡിലേക്ക് വന്നുകൊണ്ട് ഇവിടെ കൂടെ വന്ന് കവർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. സോ ഇന്നിപ്പം ഒരു നല്ല അടിപൊളി സണ്ണി ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. സോ അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആ ഷിപ്പ് കാണാൻ പറ്റുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വന്നേക്കുന്നത്. ഷിപ്പ് കാണാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ഡോളി പോണ്ടിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പുറകിൽ കാണാൻ നമ്മുടെ മാതാവിൻ്റെ ഒരു വലിയ ഒരു പ്രതിമയുണ്ട് ഇവിടെ, അല്ലെങ്കിൽ വലിയൊരു സ്റ്റാച്യു ഉണ്ട് ആക്ച്വലി. ഭയങ്കര വലിയൊരു ലൊക്കേഷനാണ് ആക്ച്വലി. ഇത് ഒരുപാട് പേര് വന്ന് പോകുന്ന ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെറിയിൽ നിന്നുള്ള എല്ലാ ബോട്ടുകളും വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തോടെയാണ് കടന്നു പോകുന്നത്. വലിയ വലിയ ഷിപ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കടന്നു പോകുന്ന ഒരിടമാണ് ആക്ച്വലി. സോ കാണേണ്ട ലൊക്കേഷൻ തന്നെയാണ് ആക്ച്വലി. നമ്മളിതിന് മുമ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ലൊക്കേഷൻ, അതുപോലെ വന്നിട്ട് പോയിട്ടുള്ള ലൊക്കേഷനൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത്രയും നല്ല സൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സണ്ണും നല്ല കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇന്ന്. അപ്പം അതിൻ്റെ വേറെ കാഴ്ചകളിലേക്ക് നമുക്ക് ഉടനെ പോകാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മദർ മേരിയുടെ പ്രതിമയുടെ അടുത്ത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്നിരുന്നു ഞാൻ ആക്ച്വലി. പക്ഷേ ഇവിടെ ഫെറി കടന്നു പോകുന്ന ഭയങ്കര ഒരു സീനാണ് കേട്ടോ. നല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫെറി കടന്നു പോകുന്ന അമേസിങ് ഒരു വ്യൂ ആണ് ആക്ച്വലി. സോ എനിക്കത് കാണാൻ പറ്റിയില്ല. തൊട്ടടുത്തോടെ ഭയങ്കര വലിയ കപ്പൽ കടന്നു പോകുമ്പോൾ നമുക്കതൊരു ആകാംക്ഷയും അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. പക്ഷേ എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റിയില്ല. ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോയി ഈ ഡോളിമോണ്ട് ബീച്ചിൽ കൂടെ നടന്നു പോയി അങ്ങ് എത്തുന്ന വഴിയാണ്. എൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. എത്തുന്ന സമയത്താണ് ഈ ഫെറി കടന്നത്. 2 ഫെറി പൊളിയായിരുന്നു. ആ ഒരു അത്ര അടുത്തോടെ. പക്ഷെ എനിക്കത് മിസ്സായി. സോ ഞാനിന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോകണം ഫെറി. ഞാൻ നമ്മുടെ ഗ്രീൻ വേയിൽ നടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 2 ഫെറീസ് ആക്ച്വലി കടന്നു പോയി. നമുക്ക് ഓടി എത്താൻ പറ്റത്തില്ല. അത്രയും വലിയ 5-8 കിലോമീറ്റർ അപ്പോഴും നമ്മൾ നിൽക്കുന്നു. നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഓടി എത്താൻ പറ്റില്ല. അപ്പം എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. തൊട്ടടുത്തോടെ യാത്രാക്കപ്പൽ അല്ലാതെ കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് യാത്രാക്കപ്പൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് വെച്ച് കാണാൻ സാധിക്കും. ഈ ഒരു പ്രതിമയുടെ തൊട്ടടുത്തോടെയാണ് കടന്നു പോകുന്നത്. അത് നല്ലൊരു ഒരു കാര്യമാണ്. അപ്പം അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് വിസിറ്റേഴ്സൊക്കെ വന്നിട്ട് പോയി. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പോൾ ആക്ച്വലി. ഈ ഒരു ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് സൺ കുറച്ചും കൂടെ നന്നായിട്ട് വന്നപ്പോൾ ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ബീച്ചിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.